ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയെ ഓരോന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന രേവതിനെയാണ്. അങ്ങനെ രേവതി വർഷയോട് ഓരോ കഥകളൊക്കെ പറഞ്ഞ രേവതിയുടെ അല്ല വർഷയുടെ പേടി മാറ്റിയെടുക്കാൻ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി പറയുന്നത്, ഒരു ദിവസം ഇങ്ങനെ ഒരു പെങ്കൊച്ചിന് ഇതുപോലെ തന്നെ പേടിയൊക്കെ ആയിരുന്നു. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവളുടെ ജനലിൻ്റെ അരികിൽ ഒരു റോസാപ്പൂ ഇങ്ങനെ വളർന്നു വന്നു. ആദ്യമൊന്നും അവൾ ശ്രദ്ധിച്ചില്ല. പിന്നീട് അവൾ എല്ലാ ദിവസവും രാവിലെ ആ ചെടിയിലെ റോസാപ്പൂക്കളുമൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അത് പതിയെ 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 മാറ്റമൊക്കെ വന്നു. അതിനവൾ വെള്ളം കൊടുത്തു, അതുപോലെ വളവിട്ടു. അങ്ങനെ എന്നും അവളോട് ആ ഒരു റോസാപ്പൂവിനോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. അതിന് കഥകൾ പറഞ്ഞു കൊടുക്കും, പാട്ട് പാടിക്കൊടുക്കും. അങ്ങനെ 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 ഒരു ദിവസം രാത്രി വലിയ കാറ്റും മഴയും ഒക്കെ വന്നു. കാറ്റിലും മഴയിലുമേ ആ ചെടി നശിച്ചു പോകുന്ന അവൾ ഭയന്നു. ആ രാത്രി അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെന്നേ. അവൾ ഉറങ്ങിയതേയില്ല. അപ്പോൾ ഉണ്ടല്ലോ, അവളുടെ അമ്മ അവളോട് ചോദിച്ചു, അതെ, നിനക്ക് ആ ചെടി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോന്ന്. അപ്പോൾ അവൾ മറുപടി പറഞ്ഞു, എന്താണെന്നറിയാമോ, ആദ്യം ഇഷ്ടമായിരുന്നില്ല, പക്ഷേ ഇപ്പം അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായപ്പം ഞാൻ അതിനെ സ്നേഹിക്കാൻ തുടങ്ങിയെന്ന്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ദേ ഇന്ന് ആ ചെടി അവൾക്കെല്ലാം വന്നാ പറഞ്ഞത്, അത് നശിച്ചു പോയാലേ എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ലെന്ന്. അപ്പോൾ ഇതിൽ നിന്ന് എന്താ മോളെ മനസ്സിലാക്കേണ്ടത്? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ നമ്മൾ അതിനോട് ഒരു പ്രത്യേക സ്നേഹം കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു താല്പര്യം കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്നും കാണുകയാണെങ്കിൽ ഒരു ദിവസം ഇല്ലാതെ വരുമ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് ഇപ്പം നീ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കല്ലേ, നിനക്കിപ്പോൾ ഇതിനോട് ദേഷ്യമൊക്കെ കാണും. നീ പതുക്കെ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിക്കേ. പിന്നെ 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 ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ കഥയിലെ പെൺകുട്ടിയാകും റോസാ ചെടിയെ സ്നേഹിച്ച പെൺകുട്ടി. അതുപോലെ നീ ആവില്ലേ? നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്ക് കൗതുകം. വർഷയ്ക്ക് പ്രഗ്നൻസി വേണം. പ്രഗ്നൻസി വേണ്ട. പേടിയാണോ? പേടി. ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ തുടരുകയാണേ. പക്ഷേ കഥ കേട്ട് നമ്മുടെ വർഷ കിടന്ന് ഉറങ്ങിയും പോയി. രേവതിയാണെ കഥ നന്നായിട്ട് പറയുന്നുണ്ടേ. ഇതൊക്കെ വർഷ കേൾക്കുന്നുണ്ടെന്ന് ഓർത്തോണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടുന്ന് വർഷ ഇതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. വർഷ ഭയങ്കര ഉറക്കം. ഏതായാലും കഥ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി, എന്തു പറ്റി, നിനക്ക് ഈ കഥ കേട്ടിട്ട് എന്താ തോന്നുന്നതെന്ന്. എവിടുന്ന് നമ്മുടെ വർഷയ്ക്ക് ഒരു കുലുക്കവും ഇല്ല, നല്ല ഉറക്കം. അതെ മോളെ വർഷേ, നീ ഉറങ്ങിയതാണോ ഉറക്കം നടിക്കുന്നതാണോ? എനിക്ക് വല്ലാത്തൊരു സംശയം. എന്തായാലും ഞാൻ ഇന്ന് ഉറങ്ങുന്നില്ല. നീയെ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഉറങ്ങാതെ വർഷയ്ക്ക് കാവലിരിക്കുകയാണ് കേട്ടോ. ആ ഒരു ദിവസം രാത്രി ഫുള്ള് ഏതായാലും മദ്യക്കുപ്പിയായിട്ട് മോളിൽ കിടന്ന് ഭയങ്കര വെള്ളവടിയാണ് നമ്മുടെ സുധി എന്നിട്ട് തന്നെ പറയുക, ഞാൻ തോറ്റുകൊണ്ടിരിക്കുക, സുധി ഒറ്റപ്പെട്ടു പോയി. ഇപ്പം ആരുമില്ല എനിക്ക്. എൻ്റെ അനിയന്മാരും ഇല്ല, അമ്മയില്ല, അച്ഛനില്ല, ആരുമില്ല, തനിച്ചായി. ഒന്നിച്ചിരുന്ന് ബിയറടിക്കാൻ പോലും ആരും വരുന്നില്ലല്ലോ ദൈവമേ. അമ്മ, ഭാര്യ, അനിയന്മാർ, അച്ഛൻ, ഇവരാരും എനിക്കില്ല. എല്ലാവരും കണക്കാ. എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ഞാൻ മാത്രം ഇപ്പോൾ വലിയൊരു തോൽവിയായി പോയല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് വലിയ വായിൽ നിലവിളിച്ച് വീർവടിച്ച് കിടന്ന് കാർച്ച കേട്ടോ. അടിക്കാൻ പോലുമുള്ള ശേഷിയില്ല നമ്മുടെ സുധിക്ക്. പക്ഷേ അടിക്കാതിരിക്കാൻ പറ്റുമോ? അതുമില്ല. ആ ഒരവസ്ഥയിൽ കിടന്നാണ് നമ്മുടെ സുധി അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് പിന്നെയും കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിനെയാണേ. അപ്പോൾ രേവതി വർഷയുടെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. രാത്രി ഉറങ്ങാതെ ഉറക്കമുളച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്തെങ്കിലും ചെയ്താലോ വർഷ? ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതിക്കും കൂടെ അല്ലേ നഷ്ടം. രേവതി ആ കൊച്ചു വരാൻ വേണ്ടി നോക്കി നിൽക്കുക. ആറ്റുനോറ്റൊന്ന് എടുത്ത് കൊഞ്ചിക്കാനും ഉറക്കാനും താരാട്ടുപാട്ട് പാടാനും കളിപ്പിക്കാനും ഒക്കെ. ഏതായാലും രേവതി പതിയെ തലയൊക്കെ നമ്മുടെ വർഷയുടെ ഇങ്ങനെ തലോടി വർഷ ഉറങ്ങിപ്പോയത് കഥ കേട്ടാട്ടോ. നമ്മുടെ രേവതി പതുക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മയങ്ങിയൊക്കെ പോയി. ഏതായാലും പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷയുടെ അമ്മേനെയാണ് കേട്ടോ. അങ്ങനെ വർഷയുടെ അമ്മ വർഷയുടെ അച്ഛനെ, മധുവേട്ട ബാ നമുക്ക് ഇറങ്ങിയാലോ, നമുക്ക് അവൾക്ക് കൊടുക്കാനുള്ള സ്വീറ്റ്സും ഗിഫ്റ്റും ഒക്കെ ഉണ്ടല്ലോ, പോകുന്ന വഴിക്ക് മേടിക്കാം.
അപ്പോഴത്തേക്കും നമ്മുടെ മധുസൂദൻ പറഞ്ഞു, അതെ ഞാൻ എന്തിനാ വരുന്നത്, എന്ന് നീ തനിച്ചല്ലേ പോകുന്നത്, ഇന്ന് നീ തനിച്ച് പോയാൽ മതി. അതെന്താ മധുവേട്ട എന്നത്തേം പോലെയാണോ ഇന്ന്? നമ്മുടെ മോള് പ്രഗ്നൻറ്റാ, അവളെ ഒന്ന് കാണണമെന്ന് തോന്നുന്നില്ലേ നിങ്ങൾക്ക്? അവൾ ഇന്ന് നമ്മുടെ മകൾ മാത്രമല്ല, ഒരുത്തൻ്റെ ഭാര്യ കൂടിയാ, നീ അത് മറന്നു പോകരുത്. ഞാൻ വെറുക്കുന്ന ഒരുത്തൻ്റെ മകൻ്റെ ഭാര്യ, ആളുകൾക്ക് മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ച് എന്നെ തല്ലിയ ഒരുത്തൻ്റെ അനിയൻ്റെ ഭാര്യ. ഇന്നേ അവരുടെ വീട് അവളുടെ വീടാ, അതുകൊണ്ട് ഈ ജന്മം ഞാൻ ആ വീട്ടിലേക്ക് പോകത്തില്ല. അയ്യോ മധുവേട്ട അങ്ങനെ പറയില്ല, നമ്മൾ ആ വീട്ടുകാരെ കാണാൻ വേണ്ടിയല്ലല്ലോ പോകുന്നത്, നമ്മൾ നമ്മുടെ മോളെ കാണാൻ വേണ്ടിയല്ലേ. എൻ്റെ വാക്ക് കേൾക്കാത്ത മോളല്ലേ, അവൾക്ക് ഇപ്പം ഭർത്താവും വലിയ കുടുംബമൊക്കെ ഉണ്ട്, പിന്നെ എന്തിനാ ഈ അച്ഛൻ്റെ കാര്യമുണ്ടോ? അവർക്ക് എല്ലാവർക്കും കൂടെ സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടി ഒരു കുഞ്ഞിനെ കൊടുക്കുന്നത്, അതിനിപ്പോൾ നമുക്കെന്നാ? എൻ്റെ പൊന്നും മധുവായിട്ട് ആരൊക്കെ ഉണ്ടായാലും അച്ഛനും അമ്മയ്ക്കും പകരമാവുമോ? ഈ സമയത്ത് നമ്മൾ അവളെ കാണാൻ പോയില്ലെങ്കിൽ ഭയങ്കര വിഷമം, പ്രത്യേകിച്ച് നിങ്ങൾ ചെന്നില്ലെങ്കിൽ ഭയങ്കര വിഷമമാകും. എനിക്ക് അങ്ങനെ തോന്നുന്നൊന്നുമില്ല മഹിമേ. ദേ ഞങ്ങൾക്കിടയിൽ ഇപ്പം ചെറിയൊരു വിടവ് വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നു മധുവേട്ടാ, തേങ്ങാക്കോല അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാ. അച്ഛനും അമ്മയും എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് ഇന്നും അന്നും എന്നും വലുത് തന്നെയാണ്. പിന്നെ മറ്റുള്ളവരെ പോലെ സ്നേഹം പ്രകടിപ്പിക്കാനേ അവൾക്കറിയില്ല. മറ്റവരോടുള്ള വാശിയുണ്ടല്ലോ, എന്തിനാ വെറുതെ നമ്മുടെ മോളോട് തീർക്കുന്നത്? ഇന്ന് നിങ്ങൾ വന്നേ പറ്റൂ. നിങ്ങൾക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവാത്തത്? അവളൊരു അമ്മയാകാൻ പോവല്ലേ, അവളുടെ ജീവിതത്തിലെ പ്രധാന ഘട്ടമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹമൊക്കെ ഏറ്റവും കൂടുതലും അധികം കിട്ടേണ്ട സമയം ഇത്. നിങ്ങൾ വെറുതെ എന്നെയും എൻ്റെ മകളെയും വിഷമിപ്പിക്കാതെ ഇങ്ങും ബാ. കുഞ്ഞുനാളിൽ അവൾക്കൊരു ചെറിയ പനി വന്നാൽ കൂടിയുണ്ടല്ലോ കാവലിരിക്കുമായിരുന്നു നിങ്ങൾ. അവൾ കരഞ്ഞാൽ നിങ്ങൾ കരയും, അവൾ ചിരിച്ചാൽ നിങ്ങൾ ചിരിക്കും. അവൾ മാത്രമല്ലായിരുന്നു നിങ്ങളുടെ ലോകം. എനിക്കറിയാം ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. നിങ്ങൾ അവളെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒന്ന് പുറത്ത് കാണിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. വർഷയെ പോലെ തന്നെയാണ് നിങ്ങൾ സ്നേഹം പുറത്ത് കാണിക്കത്തില്ല. നിങ്ങൾ ബാ, നമുക്കത് പോയിട്ട് വരാം, ഇങ്ങോട്ട് ബാന്നേ. പിന്നെ നീ വെറുതെ സംസാരിച്ച സമയം കളയണ്ട മഹിമേ, നീ പോകാൻ നോക്ക്. അത് പിന്നെ മധുവേട്ട ഈ സമയത്ത് നമ്മുടെ മോളെ കാണണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കില്ലേ? ഇന്ന് ഒരു ദിവസത്തേക്കെങ്കിലും പ്ലീസ് ഞാൻ കാല് പിടിക്കാം. നീ പോ മഹിമേ, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞില്ലേ, ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ വരുന്നില്ല, അത് തന്നെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മധുസൂദൻ അങ്ങ് പോയിട്ടോ. മഹിമ ഇങ്ങനെ നിൽക്കുകയാണ്, വർഷയുടെ അമ്മ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് ഇനിയിപ്പം മധുസൂദനെ കൊണ്ടുപോകാൻ ഒരു വഴിയുണ്ടോ എന്നൊക്കെ നോക്കിയാന്ന് തോന്നുന്നു ഇങ്ങനെ നിൽക്കുന്നത്. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ മധുസൂദൻ തന്നെയാണ് കേട്ടോ. മധുസൂദൻ ഇങ്ങനെ കിടക്കുകയാണ് പോയി റൂമിൽ. മധുസൂദന് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മകളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങോട്ടേക്ക് പോകാനും പറ്റത്തില്ല, തൻ്റെ വില കളയാനും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ് മധുസൂദന്. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി പൂ കെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. രേവതി പൂ കെട്ടൽ. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ആ സൈഡിൽ കൂടെ ഈ സൈഡിൽ കൂടെയൊക്കെ വരുന്നുണ്ട്. സച്ചി അപ്പോഴും രേവതിയുടെ പുറകെ ഉണ്ടല്ലോ. അങ്ങനെ പൂ കെട്ടുന്നതിൻ്റെ ഇടയിൽ വാവുളിയോ കേട്ടോ രേവതി രാത്രി ഉറങ്ങിയില്ല, വർഷയ്ക്ക് കൂട്ടിരിക്കുമല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെയാണെന്ന് തോന്നുന്നു ഭയങ്കര വാവുളി. ഏതായാലും ഈ സമയത്ത് നമ്മുടെ സച്ചി വന്നിട്ട്, എന്താ രേവതി ഇത്, കഷ്ടമുണ്ട്, എന്താ ഞാൻ ഈ കാണുന്നത്, എന്തു ഇങ്ങനെ നിങ്ങൾ ചിരിക്കുന്നത് കളിയാക്കി? അല്ല, ഉറക്കം തൂങ്ങിക്കൊണ്ട് നീ മാല കെട്ടുന്നത് കണ്ടിട്ട് ചിരിച്ചതാ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അതെ രേവതി, ഇന്നലെ നീ രാത്രി ഉറങ്ങിയില്ലല്ലേ? അപ്പോൾ ശ്രീകാന്ത് അവിടെ വന്ന് ഇത് കേൾക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി സച്ചിയോട് പറഞ്ഞു, അത് പിന്നെ ഞാൻ ഉറങ്ങാനല്ലല്ലോ, അവൾക്ക് കാവലിരിക്കാനല്ലേ ഇന്നലെ അവളുടെ അടുത്ത് പോയി കിടന്നത്. അല്ല, നീ അവളോട് സംസാരിച്ചിരുന്നോ? രേവതി, അതെ, ഞാനങ്ങനെ കൂടുതലൊന്നും സംസാരിച്ചില്ല, ഞാനൊന്ന് സൂചിപ്പിച്ചിരുന്നു. എന്ത് ചെയ്യാനാ, ഞാനൊരു കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ആ കഥയൊക്കെ കേട്ട് അവളെ ഉറങ്ങിപ്പോയി. പിന്നെ അതിൽ പരോക്ഷമായിട്ട് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരാവണ്ണം പറഞ്ഞാലേ ചില പിള്ളേർക്ക് മനസ്സിലാവത്തില്ല, കഥയോടുകൂടി പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ ചില പിള്ളേർക്ക് മനസ്സിലാകും. വർഷം ഒരു കുട്ടിയാണല്ലോ, അവളങ്ങനെയാണല്ലോ. അതെ സച്ചേട്ടാ. അല്ല, ശ്രീകാന്ത് ഇന്നലെ രാത്രി ഉറങ്ങിയില്ലായിരുന്നോ? അവനെ ഇന്നലെ ധൈര്യമായിട്ട് കിടന്നുറങ്ങി, നീ വർഷയുടെ കൂടെ ഉണ്ടായതുകൊണ്ട്. രാത്രി നീ ഉറങ്ങിയെന്ന് കരുതി അവൾ ഡാൻസും പാട്ടും ഒക്കെ പോലെയുള്ള പരിപാടിയൊക്കെ വല്ല ഒപ്പിച്ചായിരുന്നോ? അതൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല സച്ചേട്ടാ. അവൾ കിടന്നുറങ്ങി, അവൾ പതിയെ അവളുടെ മനസ്സ് മാറിക്കോളൂ സച്ചേട്ടാ. എന്നാലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ രേവതി. അത് പിന്നെ പറയണോ, അവൾ അമ്മയാകുന്നവരെ അവളുടെ കൂടെ തന്നെ ഞാൻ കാണും, ഒരു പ്രശ്നം അവൾക്ക് ഉണ്ടാവില്ല. അവളെ അതുപോലെ കെയർ ചെയ്യില്ലേ? നമുക്കിനി ഊണും ഉറക്കമൊന്നും പ്രശ്നമല്ല. ആ കുഞ്ഞ് നഷ്ടപ്പെടാൻ പാടില്ല
സച്ചേട്ടാ, ആ കുഞ്ഞ് വേണം, നമുക്ക് ആ കുഞ്ഞിനെ വേണം. നമ്മുടെ ശ്രീകാന്തിൻ്റെ വർഷയുടെ കുഞ്ഞിനെ നമുക്ക് സ്വന്തം കുഞ്ഞായിട്ട് വളർത്തണം. അതെ, നമ്മൾ വല്യച്ഛനും വല്യമ്മയും ആവുകയാണല്ലേ, അപ്പം അവരെക്കാളും ഉത്തരവാദിത്തം നമുക്ക് തന്നെയല്ലേ രേവതി? അപ്പം നമ്മളല്ലേ അവരെക്കാളും വലിയവർ. വല്യച്ഛനും വല്യമ്മയും എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അടിപൊളിയാ സച്ചേട്ടാ. അതെങ്ങനെയാണ് അടിപൊളിയാകാതിരിക്കുന്നത്? നമ്മളെ ആ കുഞ്ഞ് വല്യച്ഛാന്നും വല്യമ്മ എന്നൊക്കെ വിളിച്ച് പുറകെ നടക്കുന്നൊന്ന് ഓർത്ത് നോക്കിക്ക്, എന്ത് രസമായിരിക്കും അല്ലേ? അതേ രേവതി, ഓർക്കുമ്പോൾ തന്നെ ഒരു കുളിർമ തോന്നും. അപ്പം നേരിട്ട് വിളിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലേന്ന്. ഇതൊക്കെ നമ്മുടെ ശ്രീകാന്ത് നിന്ന് കണ്ടിട്ട് ഒരുപാട് സന്തോഷിക്കാറുണ്ട്. ശ്രീകാന്തിന് ഒരുപാട് സന്തോഷമാകുവാണ്. ഏതായാലും ഈ സമയത്ത് ശ്രീകാന്ത് അടുത്തേക്ക് വന്നു കേട്ടോ. അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും രേവതി ചോദിച്ചു, എടാ നീ ഇതുവരെ ഇറങ്ങിയില്ലേടാ, നീ ഇതുവരെ റെസ്റ്റോറൻറ്റിൽ പോയില്ലേ? അത് പിന്നെ എന്തു പറ്റി നിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത്? എന്താ പ്രശ്നം? എന്താടാ? അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്തിൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു പോയിട്ട്. എന്നിട്ട് ശ്രീകാന്ത് പറഞ്ഞു, ചെറുപ്പത്തിൽ എന്നെ നോക്കി അതേ ഏട്ടനെയാണ് ഞാനിപ്പോൾ കാണുന്നത്. അതേ മനസ്സുള്ളൊരു ഏടത്തിനെ എനിക്ക് കിട്ടി. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും നിങ്ങളെ കിട്ടിയതേ വലിയൊരു ഉപകാരവും വലിയൊരു ഭാഗ്യവും തന്നെയാണ്. എനിക്കറിയില്ല എന്താണെന്ന്. ഞങ്ങൾ ഭാഗ്യം ചെയ്തവരാ. എന്നെപ്പോലെ തന്നെ വർഷയ്ക്കും ഭാഗ്യമുണ്ട്. ചെറുപ്പം മുതലേ സച്ചേട്ടൻ ഇങ്ങനെയായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും സച്ചേട്ടൻ പുറകെ നടന്ന് ശ്രദ്ധിക്കും. എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാലുണ്ടല്ലോ ഇടത്തി, അത് മാറുന്നവരെ സച്ചേട്ടൻ എൻ്റെ അടുത്ത് ചേർന്ന് പറ്റിയുണ്ടാകും. ഇപ്പം അതുപോലത്തെ ഒരു ഏടത്തിനെ എനിക്ക് കിട്ടിയില്ലേ. എൻ്റെ അടുത്തും എൻ്റെ ഭാര്യയുടെ അടുത്തും സ്നേഹം മാത്രം കാണിക്കാൻ അറിയാവുന്നൊരു ഏടത്തി, അങ്ങനെ ഒരു ഏടത്തിനെയല്ലേ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷമുണ്ട് സച്ചേട്ടാ. നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും എൻ്റെ മനസ്സിൽ ആഴത്തിൽ തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് സന്തോഷം മാത്രം. പ്രത്യേകിച്ച് രേവതി ചേച്ചി സ്വന്തം അനിയനും അനിയത്തിയായിട്ടല്ലേ ഞങ്ങളെ കാണുന്നത്. വർഷയുടെ കാര്യത്തിൽ എനിക്ക് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ആ പേടിയൊക്കെ ഒന്ന് മാറിക്കിട്ടിയത്. നിങ്ങൾ കൂടെ ഉള്ളപ്പം ഞാനിതിനെ പേടിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കിക്കോളൂല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞ്, നമ്മളെ സ്നേഹിക്കുന്നവരെ നോക്കേണ്ടത് നമ്മുടെ കടമയല്ലേടാ. അതൊക്കെ ശരിയാ, പക്ഷെ അതൊന്നും എല്ലാവരെ കൊണ്ടും പറ്റില്ല സച്ചേട്ടാ. പറയാനൊക്കെ എല്ലാവരെ കൊണ്ടും പറ്റും, പക്ഷെ സ്നേഹം ഉണ്ടെന്നൊക്കെ പറയുള്ളൂ. അത് പ്രവൃത്തിയിൽ ചെയ്യണമെങ്കിലും പ്രവൃത്തി കാണിക്കണമെങ്കിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എൻ്റെ സച്ചേട്ടനെ പറ്റത്തുള്ളൂ. ദേ അച്ഛമ്മയും അച്ഛനും അതുപോലെ അമ്മയൊക്കെ പറയുമായിരുന്നു, സന്തോഷത്തിലും സങ്കടത്തിലുമൊക്കെ എല്ലാവരുടെയും കൂടെ നിൽക്കണമെന്ന്. ഇല്ലേ ശ്രീകാന്തേ? അപ്പം അതുപോലെ തന്നെയാണല്ലോ നിങ്ങളുടെ സന്തോഷത്തിനേക്കാൾ വലുത് എന്താ മോനെ എനിക്കുമുള്ളത്, അല്ലേ രേവതി? നിനക്കും എന്തല്ലേ വേറെ ഉള്ളത്? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, വർഷയുടെ കാര്യമൊക്കെ ഞങ്ങൾ ഏറ്റവും നീ ധൈര്യമായിട്ടിരിക്കുക, നീ പേടിക്കുകയേ വേണ്ട, എപ്പോഴും നിൻ്റെ കൂടെ ഞങ്ങളുണ്ടാകും. ദേ ചുമ്മാ ഓരോന്നൊക്കെ ആലോചിച്ച് കൂട്ടി ചുമ്മാ സമയം കളയേണ്ട, വേസ്റ്റ് ചെയ്യേണ്ട, നീ റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ നോക്ക് എന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് പോയി. അപ്പോഴത്തേക്കും രേവതി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സച്ചി രേവതിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കണുണ്ട് കേട്ടോ. ഏതായാലും ഇവർ രണ്ടുപേരും വലിയൊരു ആശ്വാസം തന്നെയാണ് നമ്മുടെ ശ്രീകാന്തിനെ. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷ ഡബ്ബിങ്ങിന് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. അതായത് സ്റ്റുഡിയോയിൽ പോകുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് പുറകെ നടന്നിട്ട്, എൻ്റെ പൊന്നു വർഷേ ഞാൻ പറയുന്നൊന്ന് കേക്ക്. അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും അതുപോലെ രവീന്ദ്രനൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം രേവതി പറഞ്ഞു, മോളെ വർഷേ എന്തായാലും ഡോക്ടറിനെ ഒന്ന് കാണിക്കണ്ടേ, നീ ഇപ്പോൾ ഇന്ന് പോയാൽ ശരിയാവത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുറ്റത്തൊരു കാറ് വന്ന് നിൽക്കുകയാണ്. ഏതായാലും മുറ്റത്തൊരു കാറ് വന്നു. അത് ഇന്ന് ആരാ ഇറങ്ങി വരുന്നത്? വേറെ ആരുമല്ല, നമ്മുടെ മഹിമ. അങ്ങനെ മഹിമ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. മഹിമ ഈ സന്തോഷ വാർത്ത അറിഞ്ഞിട്ട് ശ്വാസം മുട്ടി നിൽക്കുകയല്ലായിരുന്നോ. അങ്ങനെ മഹിമ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് കയറി വരികയാണ്. അപ്പോൾ മഹിമ മാത്രമാട്ടോ വരുന്നത്. അങ്ങനെ നമ്മുടെ വർഷയ്ക്ക് കൊടുക്കാനായിട്ട് കുറേ സ്വീറ്റ്സും അതുപോലെ തന്നെ ആഭരണങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അങ്ങനെ മഹിമ വന്നതും ആൻറ്റി കയറി വാന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് വിളിച്ചു. ഏതായാലും വർഷനെ കണ്ടോണ്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് മഹിമ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കാനുണ്ട്. ഭയങ്കര സന്തോഷം, മുത്തശ്ശിയാകാൻ പോകുന്നതിൻ്റെ സന്തോഷമായിരിക്കും. എന്നിട്ട് മഹിമ പറഞ്ഞു, മോളെ എൻ്റെ മോളെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എൻ്റെ മോളൊരു അമ്മയാകാൻ പോവുകയാണല്ലേ, ഞാനൊരു അമ്മുമ്മയാകാൻ പോവുകയാണല്ലേ, എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ, സത്യം പറയാമല്ലോ, ഇതെൻ്റെ ഒരു ആഗ്രഹം തന്നെയായിരുന്നു. അപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട്, മഹിമ ഇന്ന് വരുമെന്ന് പറഞ്ഞാലും ഇത്ര നേരത്തെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, അത് പിന്നെ എനിക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റണ്ടേ, ഇതേ കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ ഞാൻ പറയുന്നു, ഇപ്പം മുതലെങ്കിലും ഇവിടെ അമ്മയുടെ ആഗ്രഹം സാധിച്ചു തന്നല്ലോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയം ഉണ്ടല്ലോ മഹിമേ, ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹമല്ലേ. അതെ, രവിയേട്ടൻ പറഞ്ഞത് ശരിയാ, ഇതൊക്കെ ഒരു ദൈവാനുഗ്രഹം തന്നെയാണ് രവിയേട്ടാ. ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് അറിയാമോ. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അവിടെ നിൽക്കുന്നത് കണ്ടതും ചന്ദ്ര പറയുകയാണ്, എന്താണ് നീ കുന്തം വിഴുങ്ങി പോലെ നിൽക്കുന്നത്, വല്ലതും എടുത്ത് കുടിക്കാൻ കൊണ്ട് കൊടുക്കടി, കയറി വരുന്നവരെ സ്വീകരിക്കാതെ അവൾ വായി നോക്കി നിൽക്കുകയാണ്.
അപ്പോഴത്തേക്കും മഹിമ പറയുന്നുണ്ട് എനിക്ക് ഒന്നും വേണ്ട, എനിക്ക് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹിമയ്ക്ക് കൊണ്ടുവന്ന കുറേ സ്വീറ്റ്സ് ഒക്കെ എടുത്ത്, മഹിമയ്ക്കല്ല സോറി, വർഷയ്ക്ക് കൊണ്ടുവന്ന കുറേ സ്വീറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമ്മുടെ വർഷയ്ക്ക് കൊടുക്കുക. അപ്പോൾ വർഷ പറയുന്നുണ്ട് വേണ്ടമെന്ന്. വർഷയുടെ മുഖം വീർത്തിരിക്കുക കേട്ടോ, വീർത്ത് ചീർത്തിരിക്കുക. വർഷയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പം മഹിമ കഴിക്കും മോളെ, കഴിക്ക് മോള് കഴിക്ക്, കുറച്ചുകൂടെ കഴിക്കും മോളെ എന്ന് പറഞ്ഞ് കുത്തി കയറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ് ദാ തുറന്നു നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു സംഭവം കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വേറൊന്നും അല്ല, അത് എന്തോ ഡയമണ്ടോ എന്തോ നെക്ലേറ്റ്സോ ഓർണമെൻറ്റ്സോ ഒക്കെയാണ്. അപ്പോൾ അതൊന്നും തുറന്നു നോക്കാനുള്ള മനസ്സ് പോലും വർഷ കാണിക്കുന്നില്ല. അപ്പം മഹിമ പറയുമോ തുറന്നു നോക്കുമോളെ അതെന്ന്. എവിടെ നിന്ന് വർഷ പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല അമ്മ, എനിക്ക് വേണ്ട ഗിഫ്റ്റോ കോപ്പോ സാധനങ്ങളോ ഒന്നും. എന്താ മോളെ ഇത്, നോക്ക് നീ ഇത് നോക്ക്, ഞാൻ പിന്നെ നോക്കിക്കോളാം അമ്മ, എനിക്കിപ്പോൾ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷയുടെ ഒക്കെ മുഖം ആകപ്പാടെ വാടി വിളറി വെളുത്ത് നിൽക്കുക. അപ്പോഴത്തേക്കും മഹിമ ചോദിച്ചു നിനക്കെന്ത് പറ്റി, നിനക്ക് മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ലല്ലോ, എന്താ നിൻ്റെ പ്രശ്നം, നിനക്ക് എന്താ പറ്റിയത് മോളെ, നീ പറ മോളെ, എന്താ ശ്രീകാന്ത് നിന്നെ എന്തെങ്കിലും പറഞ്ഞോ, നിങ്ങൾ രണ്ടും വഴക്കിട്ടിരിക്കുകയാണോ? അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലേ ആൻറ്റി. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു അവനൊന്നും പറഞ്ഞില്ല, പക്ഷെ അവളെ എടുത്ത് തറയിലങ്ങോട്ട് എറിഞ്ഞു. പിന്നെ അല്ലാതെ ചോദിച്ചത് കേട്ടില്ല ശ്രീകാന്ത് എന്തെങ്കിലും ചെയ്തോ പറഞ്ഞോന്ന്, അവൻ എന്ത് തേങ്ങാക്കൊല ചെയ്യാനാ. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു അവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. അപ്പം ദേഷ്യം വന്ന് വർഷ പറഞ്ഞു അമ്മ എന്നെ കാണാൻ വന്നാണെങ്കിൽ കണ്ടില്ലേ, ഇനി അമ്മ വീട്ടിൽ പോക്കോന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ പോകാൻ പറ്റുമോ, എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണ്ടേ എന്നോട് ഒരു കാര്യവും പറഞ്ഞു തരണ്ട, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഇനി അമ്മ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല നീ എവിടെ പോകാൻ ഇറങ്ങിയതാ, നീ ഇപ്പം ജോലിക്ക് പോകണ്ട, കുറച്ച് നാൾ ലീവ് എടുത്ത് വിശ്രമിക്കണം, പിന്നെ മനസ്സിനെ കുഴപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചിന്തിക്കരുത്, എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കണം, അതാ വേണ്ടത്. അതിനുള്ള അന്തരീക്ഷം ഈ വീട്ടിലുണ്ടോയെന്ന് എനിക്കറിയില്ല, നീ ഡെലിവറി കഴിയുന്നവരെ വേണമെങ്കിൽ ബാ നമ്മുടെ വീട്ടിൽ താമസിക്കാം. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ ദേഷ്യം വന്നിട്ട് രവീന്ദ്രൻ ചോദിച്ചു ഇതെന്താ മഹിമ അങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ സച്ചിയും പറഞ്ഞു ഇവിടെ എന്താ പ്രശ്നം, ഇവിടെ ഒരു പ്രശ്നമില്ലല്ലോ, കല്യാണം കഴിഞ്ഞത് മുതൽ വർഷം ഇവിടെയല്ലേ താമസിച്ചിരിക്കുന്നത്, ഇവർക്ക് ഇവിടെ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ? അതിന് മുമ്പത്തെ പോലെയാണോ സച്ചി, ഇവളിപ്പം പ്രഗ്നൻ്റ് അല്ലേ, ഈ വീട്ടിലാണെങ്കിലോ എന്നും വഴക്കും തമ്മിലടി പ്രശ്നവും അതും ഇതുമൊക്കെ, ഈ സമയത്ത് എൻ്റെ കൊച്ചിനിതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു അല്ല ഇവിടെയൊന്നും വഴക്ക് തമ്മിലടിയാണെന്ന് എങ്ങനെയാ ആൻറ്റി അറിഞ്ഞത്, അത് പിന്നെ ഞാൻ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്. അപ്പോൾ രേവതി പറഞ്ഞു ആൻറ്റി അങ്ങനെയൊന്നുമില്ല, ഇവിടെ വർഷയ്ക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല, പക്ഷേ ഞങ്ങൾ പൊന്നു പോലെയാണ് നോക്കുന്നത്. അപ്പോൾ മഹിമ പറഞ്ഞു മോളെ നീ ഇടയ്ക്ക് ഡോക്ടറെ പോയി കാണണം കേട്ടോ, നല്ല ഭക്ഷണം വേണം കഴിക്കാനായിട്ട്, ഒരാൾ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകണം നിൻ്റെ കൂടെ തന്നെ, ഇതുകൊണ്ടല്ലേ നിന്നോട് അമ്മ അങ്ങോട്ടേക്ക് വരാൻ പറയുന്നത്, ഡെലിവറി കഴിയുന്നവരെ നമുക്ക് വീട്ടിൽ കഴിയാം. അപ്പോൾ സച്ചി പറഞ്ഞു അതെന്താ ഞങ്ങളെല്ലാം മോശം ഭക്ഷണമാണോ ഉണ്ടാക്കി കഴിക്കുന്നത്? അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു നിർത്തുന്നുണ്ടോ എല്ലാവരും ഒന്ന്, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം, എനിക്ക് സ്റ്റുഡിയോയിൽ പോകണം, ഇപ്പം തന്നെ ലേറ്റായി. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നീ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യും വർഷേ, നിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ് അയക്കാം, ഇനിയിപ്പോൾ അതും വേണ്ടത് പറയല്ലേ. അമ്മേ എനിക്ക് ഒന്നും വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ ക്യാഷൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്, ക്യാഷൊക്കെ തന്നെ അങ്ങനെ കൊച്ചാക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ശ്രീകാന്ത് പറഞ്ഞു അതെ ആൻറ്റി എനിക്ക് ഇവളെ നന്നായി നോക്കാനുമുള്ള മനസ്സും എല്ലാം ഉണ്ട്, ആ ഒരു ധൈര്യത്തിൽ ഇവൾ എൻ്റെ കൂടെ ഇറങ്ങി വന്നത്, ഇതുവരെ ഞാൻ അവളെ നന്നായിട്ട് നോക്കിയിട്ടുമുണ്ട്, തൽക്കാലം ഞങ്ങൾക്ക് ആരുടെയും സഹായം ഒരാവശ്യമില്ല, പൈസ ഒരു കോപ്പും ഒരു അക്കൗണ്ടിലേക്കും ആൻറ്റി ഇടാൻ നോക്കണ്ട, ശ്രമിക്കണ്ട. അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു ഈ വീട്ടിൽ വരുമ്പോഴൊക്കെ അമ്മ വെറുപ്പിച്ചിട്ടേ പോകാറുള്ളൂ, അതൊക്കെ അമ്മയുടെ അമ്മയുടെ നാക്കൊന്ന് നന്നായിട്ടിരിക്കത്തില്ലേ? എന്നെങ്കിലും ഒരു ദിവസം നിനക്ക് എന്നെ മനസ്സിലാകും മോളെ, ഡെലിവറിക്ക് മുമ്പ് നീ എൻ്റെ വീട്ടിലേക്ക് വരേണ്ട വരും എന്ന്. അപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു നിങ്ങളൊന്ന് നിർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലാതെ, ബാ നമുക്കൊരു കാര്യം ചെയ്യാം, പക്ഷേ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഹോസ്പിറ്റലിലേക്കും ഇല്ല ഒരു കോപ്പ് സ്ഥലത്തേക്കും ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വർഷ ദേഷ്യം വന്നിട്ട് അങ്ങ് ഇറങ്ങി പോവുകയാണ് കേട്ടോ. വർഷയ്ക്ക് ഒരൊറ്റ ഉദ്ദേശമല്ലേ ഉള്ളൂ, ഇപ്പം പ്രസവിക്കാൻ വർഷയ്ക്ക് പറ്റത്തില്ല, പാടുപെടാൻ പറ്റത്തില്ല. ഈ സമയത്ത് വീണ്ടും നമ്മുടെ മധുസൂദനാട്ടോ കാണിക്കുന്നത്. മധുസൂദനാണെങ്കിൽ ബാറിൽ പോയൊക്കെ ഇരുന്ന് ഒരു വെഗൊക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, ഭയങ്കര വിഷമം, മോളെ കാണണമെന്നുകൊണ്ട് കാണാനും പറ്റത്തില്ലല്ലോ. അപ്പം മധുസൂദനാണെങ്കിൽ ഒരു ഫ്രണ്ട് വന്ന ഫ്രണ്ടിനോട് സംസാരിക്കും. അപ്പോൾ ഫ്രണ്ട് സംസാരിക്കുന്നത് വേറെ ഒന്നും അല്ല, ഇങ്ങനെ ശത്രുതയൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്, ഒരാളുടെ ജീവനും ജീവിതവും ഒക്കെ എപ്പോഴാണ് തീരുന്നതെന്ന് അറിയാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും വല്ലാണ്ടങ്ങ് എന്താ പറയുക, താൻ ചെയ്യുന്നത് തെറ്റാണോ എന്നൊക്കെ തോന്നിപ്പോവോ മധുസൂദന്. വാശി വൈരാഗ്യം